ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ്, ആ കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ CPM-നോടൊപ്പം അല്ലെങ്കിൽ ഇടതുമുന്നണിയോടൊപ്പം അവിഭാജ്യ ഘടകമായിട്ട് നിൽക്കുന്നതാണ്. എത്ര നാളുണ്ടാകും ഈ ജോസ് കെ മാണി ഇടതുമുന്നണിയോടൊപ്പം? അല്ല, കേരള കോൺഗ്രസ് പാർട്ടി ഒരു രാഷ്ട്രീയ നിലപാടെടുത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായത്. ആ രാഷ്ട്രീയ നിലപാടിൽ ഒരു മാറ്റവും വരുത്തേണ്ട സാഹചര്യം നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യം, താങ്കളുടെ ആ വലിയ ചോദ്യം, ഒരു പ്രസക്തിയില്ലെന്ന് എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റും. അല്ല, പല സ്ഥലത്തും ഇപ്പോൾ ഈ പറഞ്ഞു കേൾക്കുന്ന ഒരു വാചകം മാത്രമല്ല, പല നിങ്ങളുടെ ഇടയിലുള്ള നേതാക്കന്മാരുമായിട്ടും UDF-ലെ നേതാക്കന്മാർ ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടൂർ പ്രകാശ് തന്നെ നിങ്ങളെ നേരിട്ട് അല്ലെങ്കിൽ ക്ഷണിക്കുന്ന തരത്തിലേക്ക് എത്തണമെങ്കിൽ ആരും വിളിക്കാതെ ഒന്നും ആരും ക്ഷണിക്കില്ലല്ലോ. അല്ല, അടൂർ പ്രകാശിനുള്ള മറുപടി പണ്ട് മാണിസാർ പറഞ്ഞിട്ടുണ്ട്. സുന്ദരിയായ പെൺകൊച്ചുണ്ടെങ്കിൽ പലരും മോഹിക്കും, പലരും പുറകെ നടക്കും, പക്ഷേ ആ പെൺകുട്ടി ഈ വലയത്തിലൊന്നും വീഴില്ല. അത് അടൂർ പ്രകാശിന് കാലത്തിന് മുന്നേ മാണിസാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്, പറഞ്ഞ ഒരു വാചകമാണ്. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. അല്ലെ, ആ സുന്ദരിയായ പെൺകൊച്ചിന് ഈ ഇടതുമുന്നണിയിൽ സുഖമാണോ? തീർച്ചയായിട്ടും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എത്തുന്നു. ഇനി അവിടെ കൊണ്ടൊരു ഒരു പിന്നാമ്പുറം, ഞങ്ങൾ ഇടതുപക്ഷത്തേക്ക് പോയതല്ല. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ, അതിന് വിത്തുപാകി മുളപ്പിച്ച് അതിനെ ഇന്നത്തെ നിലയിൽ കൊണ്ടുവന്ന ഞങ്ങളെ ഒറ്റ ദിവസം കൊണ്ട് ബെന്നി ബെഹ്നാൻ എന്ന് പറയുന്ന UDF-ന്റെ കൺവീനർ പറഞ്ഞ വാചകം ഇപ്പോഴും ഞങ്ങൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാരുടെ ചെവിയിൽ ഇങ്ങനെ പ്രതിധ്വനിച്ച് നിൽക്കുകയാണ്. എന്താണെന്നറിയാമോ? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് UDF-ൽ തുടരാൻ അർഹതയില്ല. അല്ല, അദ്ദേഹം 4 വട്ടം പറയുന്നുണ്ട്. അതെന്തുകൊണ്ട് അർഹതയില്ല എന്ന് പറഞ്ഞേ? ഒരു ജില്ലാ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അവിടെ നിന്ന് ഞങ്ങൾ അല്ല, അവിടെ നിങ്ങൾ ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിച്ച നിലപാട് ശരിയായിരുന്നു. തീർച്ചയായിട്ടും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ നമ്മളൊരു UDF-ന്റെ ഘടകകക്ഷിയായിട്ട് നിൽക്കുന്നു. ആ ഘടകകക്ഷിയായിട്ട് നിൽക്കുന്ന ആൾക്ക് നമുക്ക് മറ്റുള്ളവരെ സ്വതന്ത്രമായിട്ട് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകുന്നത് ശരിയാണോ? അല്ല, സ്വന്തമായിട്ട് സ്വീകരിച്ചാലല്ലോ. അവിടെ ഞങ്ങളുടെ കൂടെ നിന്ന് ഒരാൾ അപ്പുറത്ത് പോകുന്നു, ജോസഫ് ഗ്രൂപ്പിൽ പോകുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അർഹതപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അവർക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പറ്റില്ല എന്ന് ഞങ്ങൾ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് കൊടുക്കുമോ? ഒരു പഞ്ചായത്ത് വാർഡ് കോൺഗ്രസ് ആർക്കെങ്കിലും വിട്ടുകൊടുക്കും? അവിടെ നിങ്ങൾ നിലപാടിൻ്റെ പുറത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടിൻ്റെ പുറത്താണ് ഇടതുമുന്നണിയിൽ അല്ല ഈ UDF-ൽ നിന്ന് ഇടതുമുന്നണിയിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ, ഈ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പദവി എന്നുള്ളത് അധികാരം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ സമ്മർദ്ദം കാരണം നിങ്ങൾ പുറത്തു പോകുന്നില്ല? അല്ല, അധികാരം എല്ലാവർക്കും എല്ലാ കാലത്തും ഒരു ഒരു ഹരമാണ്. അധികാരം വേണ്ടാത്ത ആരാ? ഈ പറയുന്ന കേരളത്തിൻ്റെ നേതാക്കന്മാർ, UDF-ൻ്റെ നേതാക്കന്മാർ, അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് പോകും നേതാക്കന്മാർ. ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കി. എന്തിനു വേണ്ടിയാ? അധികാരം പിടിക്കാനാ? അധികാരത്തിൻ്റെ അപകർഷണം കഴിക്കാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കുവാൻ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അവർക്ക് അധികാരത്തിൽ വരുവാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പോലും കൂട്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അധികാരത്തിന് വേണ്ടിയാണ്. സേവനത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എത്ര പേരെ താങ്കൾ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും? പോട്ടെ, എൻ്റെ ചോദ്യം അതാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എല്ലാവരും അധികാരത്തിലേക്കാണ്. രാഷ്ട്രീയ പാർട്ടി എന്ന് അറിയാമോ? രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നിർവചനമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു രാജ്യത്തെ സംവിധാനത്തെ, ഭരണത്തെ തങ്ങളുടെ കയ്യിൽ എത്തിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളുടെ പ്രസ്ഥാനമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നാണ് സ്കൂളുകളിൽ പഠിക്കാനുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയപ്പെടുന്നത് എന്തുമായിക്കോട്ടെ, അതിൻ്റെ നിർവചനവും എന്തുമായിക്കോട്ടെ, ഇവിടെ നിർവചനങ്ങൾക്കപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയപ്പെടുന്നത് രാജ്യത്തെ ഭരണം നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടണമെങ്കിൽ അത് ആ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന വോട്ടിൻ്റെ ആ അവകാശത്തിൻ്റെ പുറത്ത് മാത്രമായിരിക്കും നിങ്ങൾ അധികാരത്തിലേക്ക് എത്തുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിന്നാൽ മത്സരിച്ച് വിജയിക്കാൻ കഴിയുമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുള്ളൊരു പ്രാദേശിക പാർട്ടി അല്ലേ നിങ്ങൾ? അല്ല, താങ്കൾ പറഞ്ഞതിന് പറയാം. അതിനു മുന്നേ ഏതെങ്കിലും ഒരു കാര്യം കൂടെ അതിനകത്ത് ചേർത്ത് വായിക്കേണ്ടത്രേ ഉള്ളൂ. ഒരു മുന്നണി, ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു പാർട്ടിയല്ലേ നിങ്ങളത്? കേരള കോൺഗ്രസ് പാർട്ടി 64 രൂപീകൃതമായതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒറ്റയ്ക്കാണ് മത്സരിച്ച്. കോൺഗ്രസിനെക്കാട്ടും സീറ്റ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ലേ? താങ്കൾ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണല്ലോ. നിങ്ങൾ ഈ പറയുന്ന ആ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് ഞാൻ പറയാം. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി പറയട്ടെ.
ഒറ്റയ്ക്ക് മത്സരിക്കാൻ തന്റെ ഇടമുള്ള ഏത് പാർട്ടിയുണ്ട് ഇന്ത്യയിൽ? കേരളത്തിലുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നില്ല. ഞാൻ പറയാം. നിങ്ങൾ BJP എവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്? എവിടെ മത്സരിക്കാത്ത BJP ഒരു ഒറ്റ കാര്യം അതായത് BJP മത്സരിക്കുന്ന ഇടങ്ങളിലൊക്കെ BJPയോടൊപ്പം കൂട്ടുചേർന്നവരേ ഉള്ളൂ. BJP ആരെയും കൂട്ടുചേർത്തില്ല. BJPയോടൊപ്പം കൂട്ടുചേർന്നവരാണ്. ഒരിക്കലും അല്ല. നിങ്ങളെന്ന് പറയപ്പെടുന്നത് അതായത് കേരള കോൺഗ്രസുകൾ എന്ന് പറയപ്പെടുന്നത് പ്രാദേശിക പാർട്ടികൾ, കേരളത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ എന്ന് പറയപ്പെടുന്നത് ഇപ്പോഴും ഒരു മുന്നണിയുടെ ഭാഗമാകാൻ ശ്രമിക്കുന്നു. കാരണം ആ മുന്നണിയുടെ ഭാഗമായാൽ മാത്രമേ നിങ്ങൾക്ക് അധികാരത്തിന്റെ അപ്പകഷ്ണം, താങ്കൾ പറഞ്ഞതുപോലെ നിങ്ങൾ അധികാര കൊതിയന്മാരാണ്. നിങ്ങൾ അധികാര കൊതിയന്മാരായതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടും ആ അധികാരത്തിന് വേണ്ടി ആരുടെ കൂടെ നിൽക്കും? ഈ 5 വർഷം LDFന്റെ കൂടെ നിൽക്കും, അടുത്ത 5 വർഷം UDFന്റെ കൂടെ നിൽക്കും. പക്ഷെ കഴിഞ്ഞ വർഷം മാത്രമാണ് അത് മാറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ ബഹുമാനെ ഞങ്ങളുടെ ആരാധനായ മാണി സാറോട് ചേർന്ന് ഐക്യജനാധിപത്യ മുന്നണി ഉണ്ടാക്കി വളരെ നീണ്ട വർഷം ഞങ്ങൾ അതിനോടൊപ്പം നിന്ന്, എനിക്ക് ഓർമ്മ ചെയ്യുന്ന 38 വർഷക്കാലമാണ് ഞങ്ങൾ നിന്ന്. ഞങ്ങളെ പുറത്താക്കിയ ശേഷമാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ രാഷ്ട്രീയപരമായ ഒരു വഞ്ചനാട്ടം കാണിച്ചിട്ടില്ല. ഇനി താങ്കൾ ചോദ്യത്തിൽ കൃത്യമായ മറുപടി, നിങ്ങളുടെ പ്രേക്ഷകർ കേൾക്കുമ്പോൾ ഇത് മനസ്സിലാകണം. താങ്കൾ നേരത്തെ ചോദിച്ചു, ഒറ്റയ്ക്ക് മത്സരിക്കാൻ ആർക്ക് ധൈര്യം? തൻ്റെ ഇടമുള്ള BJP ഉണ്ടെങ്കിൽ അവര് ഇന്ത്യ ഭരിക്കുന്നല്ലോ, അവര് മറ്റ് ഘടകകക്ഷികളെല്ലാം പിരിച്ചു ഒറ്റയ്ക്ക് മത്സരിക്കട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നു. എന്നാലും താങ്കൾ ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഇവിടുത്തെ CPMന് കേരളത്തിലെ മുന്നണി പിരിച്ചുവിട്ടൊരു ഒറ്റയ്ക്ക് മത്സരിക്കാൻ ധൈര്യമുണ്ടോ? ഉണ്ടോ? അത് നിങ്ങളുടെ പാർട്ടിയുടെ എന്റെ ഉത്തരം താങ്കളുടെ ചോദ്യത്തിനാണ്. നാളെ വളച്ചൊടിച്ച് അങ്ങോട്ടൊന്ന് മാറ്റണം. എന്റെ ചോദ്യം ഇത്, എന്റെ ഉത്തരം അതേ ഉള്ളൂ. താങ്കൾ എന്നോട് ചോദിക്കുന്നു ഒറ്റയ്ക്ക് മത്സരിക്കും. എന്റെ അഭിപ്രായത്തിൽ CPM ഒറ്റയ്ക്ക് മത്സരിക്കും. കോൺഗ്രസും ഒറ്റയ്ക്ക് മത്സരിക്കും. പക്ഷെ നിങ്ങളൊക്കെ അതിന്റെയൊക്കെ ഭാഗമാക്കാവും, അത്രേ ഉള്ളൂ. അങ്ങനെ ഈ രാജ്യത്ത് കോൺഗ്രസും CPMഉം BJPയും എന്ന് പറയപ്പെടുന്ന 3 പാർട്ടികൾക്ക് മാത്രമേ അധികാരം ഉള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ എത്തിയാൽ നിങ്ങളൊക്കെ ഈ പറയുന്ന പാർട്ടികളുടെ വാലായിട്ട് പോകേണ്ടി വരും. ഒരിക്കലുമില്ല. ഞങ്ങളെയൊക്കെ കൂട്ടാതെ അവർക്ക് പറ്റില്ലെന്നേ. നിങ്ങളുടെ ധൈര്യം അതാണ്. അതായത് നിങ്ങളെ കൂട്ടാതെ ഇവർക്ക് ഭരിക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഭരിക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ അവർക്ക് ബാർഗൈനിങ് രാഷ്ട്രീയം നടക്കും. ഞങ്ങളുണ്ടെങ്കിലേ അവർക്ക് ഭരിക്കാനും കഴിയൂ. അവർക്ക് ഞങ്ങളില്ലാതെ ഭരിക്കാനും സാധ്യമാകില്ല. അതാ പറഞ്ഞത്. നമ്മള് മലീമസപ്പെട്ടു നമ്മുടെ രാഷ്ട്രീയം. ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ടാക്കിയെടുത്ത് മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തെ കൂട്ടിക്കുഴച്ച് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗമായിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ആയി മാറിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് പണ്ട് മതേതരത്വ മുഖമുണ്ടായിരുന്ന പല പാർട്ടികൾക്കും ഇന്നും ആ മതേതരത്വ മുഖമില്ല. മതത്തിനെ, ജാതിയെ കൂട്ടുപിടിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾക്കും അത്തരത്തിലുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ മധ്യ കേരളത്തിൽ ശക്തരാണ് എന്ന് തോന്നിയ സമയത്തൊക്കെ നിങ്ങളെ കൂട്ടുപിടിക്കാൻ CPM അത്തരത്തിലുള്ള തന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആ തന്ത്രത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗം LDFനോടൊപ്പം നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു അസംതൃപ്തി അതിനകത്ത് പുകയുന്നുണ്ട്. ജാതി രാഷ്ട്രീയം എന്ന് നിങ്ങൾ ഒരിക്കലും പണ്ടേ കേൾക്കുന്നതാണ്. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്തോ കായൽ രാജാക്കന്മാരുടെയും മുതലാളിമാരുടെയും സഭകളുടെയും ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്കുള്ള 5 താളത്തിനൊത്തുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇവിടെ ഗോവൻജി കേൾക്കൂ. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന MLA-മാരിൽ 2 പേര് ആരാണെന്നറിയാമോ? ഒന്ന് ഒരു പ്രമോദ് നാരായണനാണ്, 2 ജയരാജ് സാറാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇവരൊക്കെ ഏത് പാർട്ടിക്കാരാ അല്ലെങ്കിൽ ഏത് സഭക്കാരാ? ഇനി ഞങ്ങൾ അതിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മത്സരിപ്പിക്കാൻ പറ്റിയ ഒരാള് മുഹമ്മദ് ഇക്ബാലാണ്. സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഇന്ത്യയുടെ ചെയർമാനിരിക്കുന്ന മുഹമ്മദ് ഇക്ബാലാണ്. ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിലേക്ക് നോക്കിയാൽ എല്ലാവിധത്തിലുള്ള ആൾക്കാരും അവിടെ ഉണ്ട്. നാനാജാതി മതസ്ഥരുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ ബോർഡുകൾ, ഇടതുപക്ഷ ജനാധിപത്യം ഞങ്ങൾക്ക് കിട്ടിയ ബോർഡുകളിൽ ശ്രീനാരായണീയരുണ്ട്, NSSകാരുണ്ട്, മുഴുവൻ ആൾക്ക്. ഞങ്ങൾ ജാതി രാഷ്ട്രീയമാണ്. പക്ഷെ ഞങ്ങളെ ജാതീയമായി വേർതിരിച്ച് അതിൽ നിന്ന് ലാഭം കൊയ്യുവാൻ ശ്രമിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കില്ല, അങ്ങനെ ജാതീയമായ ഒരു വിഭാഗമല്ല അല്ലെങ്കിൽ സഭകളോട് അത്തരത്തിലുള്ള സമീപനങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സഭകളെ തള്ളിപ്പറയാൻ പറ്റുമോ? സഭകളെ തള്ളിപ്പറയേണ്ട കാര്യമില്ല. സഭകളെ എന്തിന് ഞങ്ങൾ തള്ളിപ്പറയണം? സഭകൾ അല്ലല്ല, ഞങ്ങളുടെ ആശയത്തെ, ഞങ്ങളുടെ ആദർശത്തെ, ഞങ്ങളുടെ നിലപാടുകളെ
സഭ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തള്ളിക്കളയണം. നിങ്ങളുടെ നിലപാടുകൾ എന്ന് പറയപ്പെടുന്നത് സഭയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ്. അതുകൊണ്ട് സഭ നിങ്ങളെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ സഭ നിങ്ങളാൽ അംഗീകരിക്കപ്പെടുന്നു. അങ്ങനെയല്ല. മാനസാനൊരു വിഷയം ഉണ്ടായപ്പോൾ മാനസാനൊപ്പം ഏറ്റവും കൊള്ളുന്നത് NSS ആണ്, SNDP ആണ്. ബഹുമാനപ്പെട്ട വെള്ളപ്പള്ളി നടേശനും NSSന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറിമാരും ഒക്കെ മാനസാന്റെ ഒരു വിഷയം ഉണ്ടായ ബാർക്കോഴ ഉൾപ്പെടെ ഉണ്ടായ സമയങ്ങളിൽ മാനസാനെ സപ്പോർട്ട് ചെയ്തവരാണ് NSS SNDPയും. ചരിത്രം താങ്കൾക്കറിയാമല്ലോ. ഇനി അവിടെ ഒന്നും കേരള കോൺഗ്രസ് പാർട്ടിക്ക് നെഞ്ച് വിരിച്ച് നിൽക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇന്നും തന്നെ ഞങ്ങൾ നിലപാടെടുത്തിട്ടുണ്ട്. നിലപാട് രാഷ്ട്രീയ നിലപാടാണ്. അവിടെയൊന്നും ആ രാഷ്ട്രീയ നിലപാടൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്, ഇതിനകത്ത് അസംതൃപ്തരായ ഒരു വിഭാഗമില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ? ഇപ്പോൾ ബിജു അടക്കം അസംതൃപ്തരാണോ? എൻ്റെ വീട്ടിൽ 3 മക്കളുണ്ട്. എനിക്ക് ഞാനൊരു നിലപാടെടുത്ത 3 മക്കൾക്കും തുല്യമായ തൃപ്തി വരികയില്ല. അപ്പോൾ ഒരു അസംതൃപ്ത വിഭാഗം അതിനകത്ത് ഉണ്ട് എന്നുള്ളത് അത് സ്വാഭാവികമാണല്ലോ. താങ്കൾ ഒരു ചാനലിൽ താങ്കൾ ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും ആ ചാനലിനകത്ത് തന്നെ നിങ്ങൾ ഒരേ റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാർ തമ്മിലായാലും ചില അസംതൃപ്തി ഉണ്ടാകും. മനുഷ്യരല്ലേ, ദൈവങ്ങൾക്കുണ്ടായിരുന്നു, പിന്നല്ലേ മനുഷ്യന്. അപ്പൊ അങ്ങനെയുള്ള ചില അസംതൃപ്തികൾ ഉണ്ടാകുമെങ്കിൽ പോലും നമുക്ക് അസംതൃപ്തിയെ നമുക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ അസംതൃപ്തി ഉള്ളവരെ മറ്റു ചാനലുകളിൽ പോകും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകും, അതൊക്കെ ഓക്കെ. പക്ഷേ ഈ അസംതൃപ്തരായ ഒരു വിഭാഗം കേരള കോൺഗ്രസിൽ ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ ജോസ് കെ മാണിയോടൊപ്പം ഉണ്ടെങ്കിലേ അവരൊരു തീരുമാനം എടുക്കും. ചിലപ്പോൾ ഞങ്ങൾ UDF-നോടൊപ്പം പോകാമെന്നൊരു തീരുമാനത്തിലേക്ക് വരാം. താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ ജോസ് കെ മാണി പോകാൻ തയ്യാറല്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഇതുവരെയും തയ്യാറല്ല, ഈ നിമിഷം വരെ തയ്യാറല്ല. പക്ഷെ നാളെ അതിനകത്തുള്ള ഒരു വിഭാഗവും ഈ നമ്മുടെ ഒരു ഹൈപ്പത്തിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ജോസഫ് വിഭാഗത്തിൽ UDF-ൻ്റെ ജോസഫ് ഈ അപ്പു ജോസഫിനെ നേതാവാക്കുന്നതിനോട് യോജിക്കാത്ത ഒരു വിഭാഗം അതിനകത്തുണ്ട്. ഈ ഫ്രാൻസിസ് ജോർജും ഈ പറയുന്ന മോൻസ് ജോസഫും ഒക്കെ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. താങ്കൾക്കും അറിയാമല്ലോ, ഞാനതിൻ്റെ കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇനി താങ്കൾക്കറിയാവുന്ന മറ്റൊരു രഹസ്യം എന്ന് പറയപ്പെടുന്നത്, താങ്കളുടെ ഇതേ പാർട്ടിയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ തന്നെ ചിലർ, താങ്കൾക്കും അറിയാം, അങ്ങനെയുള്ള ചിലരുണ്ട്. ചിലപ്പം റോഷി അഗസ്റ്റിനോ NJ രാജോ അടക്കമുള്ളവർക്കൊക്കെ ചിലപ്പോൾ അസംതൃപ്തി ഉണ്ടെങ്കിൽ, അവർക്കുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ അസംതൃപ്തി ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൂടെ ചേർന്നൊരു പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാകാം. എപ്പോൾ വേണോ ഈ പിളരുകയും, മാണിസാറ് തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ, വളരും തോറും വീണ്ടും വളരുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പിളർപ്പിനുള്ള സാധ്യത ഇതിനകത്തില്ലേ? ഈ ബഹുമാനായ PJ ജോസഫ് സാറിൻ്റെ മകൻ അപ്പു ജോസഫിനെ ഈ പാർട്ടിയുടെ ഉന്നത തലത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്. കാലം ഒരിക്കലും ചോദ്യം ചോദിക്കാതെ തിരിച്ചു പോയിട്ടില്ല. പ്രിയപ്പെട്ട മാനസാന്റെ മകനെ പാർട്ടി ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് അന്ന് PJ ജോസഫ് സാറ് ഈ പാർട്ടിയെ പ്രവർത്തി 2ആയിട്ട് പോയത്. ഓൻ വേണ്ടല്ലോ, ആ ചരിത്രമൊക്കെ താങ്കൾക്കും പൊതുസമൂഹത്തിനും വ്യക്തമായി. തീർച്ചയായും. അപ്പോൾ അതേ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മകനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഇനി ഞങ്ങളുടെ പാർട്ടിയിൽ ഇതേ നിമിഷം വരെ എന്തെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, നിങ്ങളെപ്പോലുള്ള ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ, വളരെ എത്രയോ നാളുകളായി നിങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു, ഞങ്ങളുടെ ഒരു പാർട്ടി നേതാക്കന്മാർ, ഞങ്ങളുടെ ഒരു MLA, ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും, നിങ്ങൾ പറയുന്ന ശക്തമായ ഒരു വിഭാഗം, നിങ്ങൾ പറയുന്ന 1-2 പേരൊന്ന് കൂട്ടിക്കോ, ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിനെതിരെ, ജോസ് കെ മാണിക്കെതിരെയോ ഞങ്ങളുടെ പാർട്ടി സംവിധാനത്തിനെതിരെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയോ ഒരക്ഷരം പറഞ്ഞതിൻ്റെ ഒരു തെളിവ് ഇല്ല. ഒരു തെളിവില്ല. അവിടെ UDF-ന്റെ പല നേതാക്കന്മാരുമായിട്ടും സംസാരിക്കുന്നതിനുള്ള തെളിവുകളുണ്ട്, പക്ഷെ അതാരും പുറത്തു വിടുന്നില്ല മാത്രം. അല്ലല്ല, ഇല്ലാത്ത കഥകൾ പറഞ്ഞാൽ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റും. ഒരു തെളിവ് ഇതാ, ഇന്നതുപോലെ നിങ്ങളുടെ ഇന്ന ആള് ആയൂർ ബിജു ഇതാ ഇന്ന ആളുമായിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ചേർന്നാൻ പറഞ്ഞിട്ടാണോ, നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടാണോ പാർട്ടി ഒന്നി പിളരാൻ പോകുന്നത്? അത് നമ്മൾ ആരുമായിട്ടാണ് ആര് സംസാരിച്ചത് എന്നുള്ളത് ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. എന്തായാലും അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്നെക്കാട്ടിലേറെ താങ്കൾക്ക് അറിവുള്ളതാണ്. പക്ഷേ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ഞാൻ എൻ്റെ ചോദ്യം അവസാനിപ്പിക്കുമ്പോൾ, ഈ കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് താങ്കൾ പറഞ്ഞ പോലെ LDF-ൽ ഉറച്ചു നിൽക്കുമെന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും കാരണത്താൽ താങ്കൾ പറഞ്ഞ പോലെ നിലപാടുകളിൽ മാറ്റം വന്നിരിക്കാം, രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. ഇത് എപ്പോഴും രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് സാധ്യതകളുടെ കലകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UDF എന്ന് പറയപ്പെടുന്നത് നിങ്ങൾക്ക് ഈ ബാലികേറാമലയൊന്നുമല്ല, തീണ്ടാപ്പാട് അകലെയുമല്ല. വിചാരിച്ചാൽ ചിലപ്പോൾ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവിടേക്ക് എത്തുവാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, നമുക്ക്
നമ്മളുടെ വീട്ടിൽ ഭക്ഷണം ഇല്ലെങ്കിലല്ലേ അന്യ വീട്ടിൽ പോയി ഭക്ഷണം തേടേണ്ടതുള്ളൂ. ഇവിടെ ബിരിയാണി നമ്മുടെ വീട്ടിൽ ഇവിടെ ഇഷ്ടം പോലെ ഭക്ഷണം കിടക്കും. കഴിച്ചിട്ട് കളയാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തിന് അപ്പുറത്ത് പോയി പഴങ്കഞ്ഞി കഴിക്കാൻ പോകണം എന്നൊരു ചോദ്യം. ഭയങ്കര സംഭവമല്ലേ? കാരണം ബിരിയാണി ഇവിടെ ബിരിയാണി LDF ബിരിയാണി കിട്ടുന്നു, UDF പഴങ്കഞ്ഞി പറഞ്ഞാലേ അതിന്റെ കാര്യമില്ല. മാറ്റി പറയുന്നത് അല്ല, മാറ്റി പറയുന്നത് അവിടെ ബിരിയാണി അല്ല. അതിന്റെ സാഹചര്യം പറയാം. രാഷ്ട്രീയ നിലപാടെടുത്താൽ ഇന്ത്യ മഹാരാജ്യത്തിലെ രാഷ്ട്രീയം എടുത്താലും തമിഴ്നാട്ടിൽ ജയലളിതയുമായിട്ടും സ്റ്റാലിനുമായിട്ടും BJP കൂട്ടുകൂടിയിട്ടുണ്ട്. കാശ്മീരിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുമായിട്ട് BJP കൂട്ടുകൂടിയിട്ടുണ്ട്. ഈ പാർട്ടികളുമായിട്ട് എല്ലാം കോൺഗ്രസ് കൂട്ടുകൂടിയിട്ടുണ്ട്. അപ്പം രാഷ്ട്രീയ താല്പര്യം, അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി ചില രാഷ്ട്രീയപരമായ നീക്കുപോക്കുകൾ. ഇവിടെ അതല്ല. ഞങ്ങൾ തമ്മിൽ അത്രേ ഞാനും പറയുള്ളൂ. ഞങ്ങൾ 2026 UDF അധികാരം കിട്ടിയാൽ LDF നിന്നും ഈ പറയുന്ന അധികാര കൊതിയന്മാർ എന്തായാലും UDF ഭാഗമാകും. അത് നിങ്ങളെന്നല്ല, ആരാണെങ്കിലും എത്തുമെന്ന് തന്നെയല്ലേ നമ്മൾ അതിൽ നിന്ന്. അല്ല, എല്ലാവരെയും നിങ്ങൾ ഒരേപോലെ കാണരുത്. നമ്മുടെ കയ്യിൽ 5 വിരലുണ്ട്. 5 വിരലും 5 ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ തന്റെ അടുത്തോളം നിൽക്കുന്ന ഈ കൈ ഉണ്ടല്ലോ, നിൽക്കും. ആയിക്കോട്ടെ, നല്ലത് ആയിക്കോട്ടെ. ഈ 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും വീണ്ടും ബിജുവിനെ കാണണം. ഇതുപോലെ ബിജു പറയും. അല്ല, തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചാണ് ഞങ്ങളുടെ നിലപാട്, രാഷ്ട്രീയ നിലപാട് വ്യത്യാസമുണ്ടെങ്കിൽ ഉണ്ടാകാം. അല്ലാതെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അത്തരത്തിലൊരു നേതാവാണ് ഞങ്ങളുള്ളത്. ജോസ് കെ മാണി എന്ന് പറയുന്ന ആള് ഞങ്ങളെ പാർട്ടി നേതാക്കന്മാർക്ക്, പാർട്ടി പ്രവർത്തകർക്ക് പൂർണ്ണമായ സംരക്ഷണം തന്നുകൊണ്ട് കേരളത്തിലെ വിഷയങ്ങളിൽ ഞങ്ങളുടെ നിലപാട് കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കുന്നത് എന്ന് താങ്കൾക്ക് അറിയാം, ഗോവനറിയാം. അറിയാം, തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം തന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള വലിയ വിഷയം ഉണ്ടായിരുന്നു, ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട്. അതിനകത്ത് ഗവൺമെന്റ് വിരുദ്ധ നിലപാടെടുത്തപ്പോൾ പ്രിയപ്പെട്ട ഞങ്ങളുടെ ചെയർമാൻ ജോസ് കെ മാണിയും ഞങ്ങളുടെ ചങ്ങനാശ്ശേരി MLA ജോ മൈക്കിളും കൂടെ മന്ത്രിയെ നേരിട്ട് കൊണ്ടുപോയി ഈ പറയുന്ന അസംതൃപ്തരായ ആൾക്കാരുമായി സംസാരിപ്പിച്ചു. അതിനകത്തുണ്ട് NSS. അല്ല, എവിടെയാണ് ഞാൻ പറഞ്ഞത്, NSS മെരുക്കിയെടുക്കാൻ കഴിഞ്ഞു, SNDP മെരുക്കിയെടുക്കാൻ കഴിഞ്ഞു, സഭകളെ നിങ്ങളുടെ കൂട്ടം ചേർക്കാൻ കഴിഞ്ഞു. അതാണ് പിണറായി വിജയന്റെ. അല്ല, അത് ഒരാളെ കൂടെ നിർത്തുന്നത് തെറ്റൊന്നുമല്ല. എന്നെ കൂടെ പ്രീണനം നടത്തരുത്. കൂടെ നിർത്തുന്നത് കുഴപ്പമില്ല, പ്രീണനം നടത്തരുത്. ന്യൂനപക്ഷ പ്രീണനം തെറ്റാണെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ആൾക്കാരെ കൂട്ടുപിടിക്കരുത് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിന്നെ അവരെ കൂട്ടുപിടിച്ച് ജാതീയമായ വേർതിരിച്ച് വോട്ട് നേടി അധികാരത്തിലെത്താൻ വേണ്ടി മൂന്നാമതും ശ്രമം നടത്തുന്നത് തെറ്റാണ്. മൂന്നാമത് ഞങ്ങൾക്ക് ശ്രമം വേണ്ട, ജനം ഞങ്ങൾ കൂടെ ആണെന്ന്. നിങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നത് നിങ്ങളുടെ മികവ് കൊണ്ടല്ല, കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF ഗതികേട് കൊണ്ടാണ് നിങ്ങൾ. അതിനൊരു പണ്ടേ ഒരു ആപ്തവാക്യമുണ്ട്, ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിനും വളമാകും. ശരി, സ്വാഭാവികമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആരുടെയും പുറകെ പോകുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, അസംതൃപ്തരായ അധസ്ഥിതരായ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് അവർ ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്. അത് ഞങ്ങൾ തുടരുക ചെയ്യും. ബിജു പറഞ്ഞു വെക്കുന്നത് പാർട്ടി പിളരില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ പാർട്ടി മറുകണ്ഠം ചാടില്ല എന്നുള്ളതാണ്. അല്ല, പാർട്ടി ഒരു കാരണവശാലും പിളരില്ല. അത് നിങ്ങൾ ബഹുമാന്യ ഗോപനോട് എനിക്ക് പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടി പിളരില്ല. പിളരാനുള്ളതെല്ലാം ഞങ്ങൾ പിളർത്തി കളഞ്ഞു. ഞങ്ങളുള്ളതുണ്ടല്ലോ കോൺക്രീറ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ മുന്നണി മാറുന്നത് രാഷ്ട്രീയമാണ്. ഒരുപക്ഷെ മുന്നണി മാറണമെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യത്യസ്തമായി വരുന്ന സമയത്ത് ചില നിലപാടുകളുടെ ഭാഗമായിട്ട് മുന്നണി രാഷ്ട്രീയത്തിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, കോൺഗ്രസ് പോലും CPM ചേർത്ത് ഒരു മുന്നണി കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം പിന്നെ രാഷ്ട്രീയ നിലപാടുകൾക്ക് എപ്പോഴും വ്യത്യാസം വരാം. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എപ്പോ വേണോ മുന്നണി മാറ്റത്തിനുള്ള സാധ്യതയും ഇല്ല. അങ്ങനെ പറയരുത്, എപ്പം വേണമെങ്കിലും അല്ല. നിങ്ങൾ അങ്ങനെ വാക്കുകളെ ഒരു പക്ഷേ രാഷ്ട്രീയപരമായ നിലപാടുകൾ വ്യത്യാസം ഉണ്ടാകാം. ശരി, നമ്മൾ നമ്മുടെ സമയം അവസാനിക്കുന്നു. അതുകൊണ്ട് നമുക്കിവിടെ നിർത്താം. അതായത് നിങ്ങൾ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അല്ല, രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രവചന അതീതമാണ്. ശരി, ഞാൻ ചോദിക്കട്ടെ, ഒരു പറഞ്ഞ് അവസാനിപ്പിക്കാം. UDF നിന്ന് ഞങ്ങളെ പുറത്താക്കുമെന്ന് താങ്കൾക്കറിയാമോ? താങ്കളെന്ന് മംഗളം പോലുള്ള ചാനലിൽ വളരെ രീതിയിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ്. അന്നൊക്കെ ഞങ്ങൾ UDF ഭാഗമായി നിൽക്കുന്ന ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഒരു വാക്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് UDF തുടരാൻ അർഹതയില്ല എന്ന ബെന്നി ബെഹനാന്റെ ഒറ്റ വാചകം, അവിടെയാണ് ഞങ്ങൾ പുറത്തേക്ക് പോകേണ്ടി വന്നത്. ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.